ഹലോ എല്ലാവർക്കും സെല്ലോൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സുരേഷിൻ്റെയും സുമലതയുടെയും വിശേഷങ്ങളൊക്കെ കേട്ടു. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് ക്രിയേറ്റേഴ്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഒന്ന് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള രതീഷ് ഏട്ടൻ, ആൻഡ് രണ്ടാമത്തെ ഗസ്റ്റ് ഈ സിനിമയുടെ സംഗീത സംവിധായകനായിട്ടുള്ള ഡോൺ വിൻസെൻ്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ എപ്പിസോഡ്. ഹായ് സർ, വെൽക്കം ടു സെല്ലുലോയിഡ്. സാറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും തന്നെ അവാർഡ് വിന്നിംഗ് ആയിട്ടുണ്ട് ആൻഡ് ഓഡിയൻസ് ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇപ്രാവശ്യം അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അവർ ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഹൈ ആയിട്ടാണ്. അത് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഓഡിയൻസ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സംവിധായകർക്ക് ഒരു ബാധ്യതയാണ്. അങ്ങനെയുള്ള ബെഞ്ച് മാർക്കിനെ മീറ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റത്തില്ല. കാരണം ഓരോ സിനിമയും ഓരോ തരത്തിലാണ്. ഓരോ സിനിമയും നമുക്ക് തോന്നുന്നത് ഓരോ തരത്തിലാണ് സിനിമ നമ്മളിലോട്ട് തോന്നലായിട്ട് വരുന്നത്. അപ്പോൾ കനകം കണ്ടിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ ഇല്ല, അല്ലെങ്കിൽ എന്നാത്താം കേസ് കൊണ്ട് കനകം കാമിനി പോലെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്നാത്താം കേസുകൂട് പോലെയല്ല ഹൃദയഹാരിയായ പ്രണയകഥ എന്നുള്ളൊരു കമൻറ്റിന് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാത്താം കേസുകൂട് പോയി കണ്ടാൽ മതി. ഹൃദയഹാരിയായ പ്രണയകഥ ബാക്കിയുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു സിനിമയാണ്. ഒരു സംവിധായകൻ, എഴുത്തുകാരൻ എന്ന നിലയിലുള്ള എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രെങ്ത് ഹ്യൂമറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് മാക്സിമം അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവൻ്റെയും ചിത്രയുടെയൊക്കെ ഒരു അല്ലെങ്കിൽ ബാക്കി ആക്ടേഴ്സിൻ്റെയൊക്കെ, സുധീഷ് ഏട്ടൻ്റെയൊക്കെ ലിമിറ്റിന് മേലെ പുഷ് ചെയ്ത് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ പെർഫോമൻസ് വൈസ് ജനങ്ങൾക്ക് എന്തായാലും ഇവരെ ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. അവരെ അവരുടെ രീതിക്ക് പെർഫോം ചെയ്യാൻ വിടുന്ന ഒരു ഡയറക്ടറാണ് സർ. പക്ഷെ ചില ആക്ഷൻസ്, ചില സംഭവങ്ങൾ അത് സാറിന് ഒരു പെർട്ടിക്കുലർ രീതി വേണം. അത് ആക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ശൈലി സാറിനുണ്ട് എന്ന് സാറിൻ്റെ ഡയറക്ഷൻ സ്റ്റൈലിനെ പറ്റിയിട്ട് ഇന്നലെ അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു. അപ്പം സാറിന് എങ്ങനെയാണ്, സാറിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പിക്ചർ ഓൾറെഡി സാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? അത് ഈ ക്യാരക്ടറിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ക്യാരക്ടറിനെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെയല്ല. അത് നമ്മൾ എഴുത്ത് സമയത്ത് നമുക്ക് തോന്നും ഈ ഇന്ന പോയിന്റുകളിൽ നമുക്ക് ഹ്യൂമർ വേണം. അതായത് ഇത് ഹ്യൂമറിനാണ് അത് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ഹ്യൂമർ വർക്കാവണമെങ്കിൽ ചില റൂട്ടുകളിലൂടെ പോയാൽ മാത്രമേ ആ ഹ്യൂമർ വർക്കാവൂ. അപ്പോൾ ബാക്കിയെല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിന് ചെയ്യാൻ വിടുമ്പോഴും ഈ ഒരു ആക്ഷൻ അതുപോലെ കിട്ടിയാൽ മാത്രമേ എൻ്റെ ബാക്കി ഫ്യൂച്ചർ പ്രവർത്തനങ്ങൾ, അതായത് എഡിറ്റ്, സൗണ്ട്, മ്യൂസിക്, ഇത്രയും സാധനങ്ങൾ അവിടെ നിൽക്കൂ. So you already have the film in your... നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് മ്യൂസിക് എവിടെയൊക്കെ വരും നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ സ്റ്റേ, അതുപോലുള്ള സ്ഥലങ്ങളിൽ റിയാക്ഷൻ എങ്ങനെ വെക്കണം, എത്രത്തോളം അവർ പെർഫോം ചെയ്യണമെന്നൊക്കെ നമുക്ക് മുൻ ധാരണകളുണ്ടാവും. അപ്പോൾ അത്ര പോരെ ഭാഗം അതുപോലെ കിട്ടിയില്ലെങ്കിൽ അതുവരെ അവർ ഫ്രീഡം എടുത്ത് ചെയ്ത സാധനങ്ങൾ വർക്കാവില്ല. അതിൻ്റെ ലാൻഡിങ് പോയിന്റ് അതായിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണോ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ വിഷ്വൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കിട്ടാൻ ശ്രമിക്കും. അത് കിട്ടാറുണ്ട്, അവർ കോപ്പറേറ്റ് ചെയ്യാറുണ്ട് മിക്കപ്പോഴും. ഓക്കെ, അപ്പം ഈ ഒരു ഫ്രീഡം ആക്ച്വലി ഒരു ഡയറക്ടറിന് കിട്ടുന്നത് സ്ക്രിപ്റ്റും അദ്ദേഹത്തിന്റെ തന്നെ ആവുമ്പോഴല്ലേ? അല്ല, അങ്ങനെയല്ല. ഒരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറുടെ ആവുന്നത് അയാൾ തന്നെ എഴുതണമെന്നില്ല. ആരെഴുതിയ സ്ക്രിപ്റ്റും ഒരു ഡയറക്ടറുടേതാവും. ഒരു തവണ എഴുതി കഴിഞ്ഞ് ഡയറക്ടർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡയറക്ടറുടെ സ്ക്രിപ്റ്റാണ്. അതിൽ തിരക്കഥാകൃത്തിന് യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞാൽ അത് എന്ത് മാറ്റം വരുത്താനും എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള അധികാരം അയാൾക്കാണ്. അപ്പോൾ അയാൾ അതിനെ ഒരു തവണ വായിച്ചു കഴിഞ്ഞ് എങ്ങനെ കാണുന്നു, അയാൾ കാണുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ആ സ്ഥലങ്ങളിൽ ആ ഹ്യൂമറിന് വേണ്ടി ആ പഞ്ച് വേണ്ടി വരും. അപ്പോൾ അതയാൾ ആ ഒരു ഡിവൈസ് അതിനകത്ത് അയാൾ കണ്ടെത്തും. അപ്പോൾ അത് സംവിധായകന്റെ തന്നെ പരിപാടികളാണ്. അതൊരു ആര് എഴുതിയാലും കുഴപ്പമില്ല, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ ആ എഴുത്തുകാരൻ്റെ എഴുത്തിനെ ശരിക്കും പറഞ്ഞാൽ അയാൾ വേറൊരു തരത്തിലോട്ട് മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. അയാളുടെ ഭാഷയിലൂടെ മാറ്റി പറയുക. അപ്പം അതിന് വേണ്ട എല്ലാ ഗ്രാമർ ചേഞ്ചസ് അതൊക്കെ അയാൾ ആ ഭാഷക്കനുസരിച്ച് വരുത്തുന്നത്. ഇനി സാറിൻ്റെ ഒരു ഹിറ്റ് മേക്കിംഗ് എലമെന്റിന്റെ കുറച്ച് സീക്രട്സ് അല്ലെങ്കിൽ ഒരു റെസിപ്പി നമ്മുടെ സാറിൻ്റെ തന്നെ ടീച്ചറിൻ്റെ താഴെ ഓഡിയൻസ് കമൻറ്റ് ചെയ്തിട്ടുള്ള രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൊടുത്താണ് ചെറിയ ബഡ്ജറ്റ്, ചെറിയ സബ്ജക്ട്, പക്ഷെ വമ്പൻ ഹിറ്റ്. എന്റെ പടങ്ങളൊന്നും തന്നെ ചെറിയ ബജറ്റ് പടങ്ങളല്ല. അത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് ചെറിയ ബജറ്റ് ആണെന്ന്. ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ആ സമയത്ത് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2019 5-5.5 കോടി എങ്ങാൻ ചിലവായ പടമാണ്.
കനകം ഒരു 1 സ്പേസ് സിനിമയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ബജറ്റ് ചെറുതായിരുന്നു. പക്ഷെ അന്നത്തെ കേസ് കൂടി 10 കോടി രൂപയോളം ചിലവായ പടവാ. സുരേഷനും സുമലതയും 19 കോടിയോളം ചിലവായ പടവാ. അപ്പോ ചെറിയ പടം ഒന്ന് അങ്ങനെയൊന്നും ഇല്ല. നമ്മളത് ഈ പൈസ കൂടുന്നത് നമ്മൾ കുറെയൊക്കെ വിഷ്വലി അല്ലെങ്കിൽ കുറെ കൂടി പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോഴൊക്കെയാണ് ഈ ചിലവ് കൂടുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു കോംപ്രമൈസിന് സാറിന് ലൈക്ക് ഇന്ന കാര്യം എന്തിനായിരിക്കും സാറിന് അങ്ങനെ ഒരു പെക്യുലിയർ ആയിട്ട് ഇത് തന്നെ വേണം എന്നൊക്കെ ഒരു ഫ്രം എ ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവ് സാറ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്? ചില രോഗം അങ്ങനെ അല്ല, ചില അസുഖങ്ങൾക്ക് മരുന്നില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ കുറച്ച് OCD ഒക്കെ ഉള്ള ഒരു കൂടുതലാണ്. അപ്പോൾ ബാലൻസ്ഡ് അല്ലാത്ത സാധനങ്ങൾ, ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഓവറോൾ ശല്യപ്പെടുത്തും നമ്മളെ. സെറ്റിലായാലും നമ്മൾ റിയൽ ലൈഫിലായാലും. അപ്പം അത് ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ. അസുഖമാണ് ഈ ബജറ്റ് കൂടുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഒരു കമന്റ് ഞാനൊന്ന് തിരുത്താണ്. സാറിന് ഇങ്ങനെ ചില പിടിവാശികളായിരിക്കും ആ ഒരു കിറ്റ് മേക്കിങ്ങിന് പുറകിലുള്ള സീക്രട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾസോ വേറൊരു കമന്റ് ഞാൻ എൻ്റെ താഴെ കണ്ടിരുന്നു സാർ, ഇതൊരു രതീഷ് ബാലകൃഷ്ണൻ യൂണിവേഴ്സ് ആക്കുവാണോ ഇദ്ദേഹം? ബിക്കോസ് രാജീവൻ വരുന്നു, സുരേഷൻ വരുന്നു, സുമലത ടീച്ചർ വരുന്നു. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദ ക്രിയേറ്റർ ഹിംസെൽഫ്. എന്നാത്താൻ കേസുകൂട് എൻ്റെ കഥ നടക്കുന്ന അതേ സമയമാണ്. ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കേസ് കൂടെ എന്നുള്ള സിനിമ കോടതിയിൽ കേസ് നടക്കുന്ന ആ കഥ നടക്കുന്ന സമയത്താണ് സുരേഷിന്റെയും സുമലയുടെയും പ്രേമം പാരലലി നടക്കുന്നത്. റിയൽ ടൈം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കേസ് കൂടുതൽ സുരേഷിന്റെയും സുമലതയുടെയും പ്രസൻസ് വളരെ കുറവാണ്. കാരണം അവരതിനകത്തൊരു തെളിവ് കൊടുക്കേണ്ട എലമെന്റ് മാത്രമാണ്. പക്ഷെ അവർക്ക് അവരുടേതായ ബാക്ക് സ്റ്റോറികളുണ്ട്. ഇത് അവരുടെ ബാക്ക് സ്റ്റോറിയാണ്. ഇത് അവരെങ്ങനെ കണ്ടുമുട്ടി, അവരെങ്ങനെ പ്രണയത്തിലായി, അവരുടെ പ്രണയം എങ്ങനെ പൊളിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിൽ എന്ത് സംഭവിച്ചു. പ്രണയം പൊളിയുന്നുണ്ട്, അറിയില്ല ഇനിയിപ്പോ ഒന്നിക്കില്ലയോ എന്നൊക്കെ അവരുടെ ഒരു ട്രാക്ക് വേറെയാ. അപ്പം എന്നാത്താം കേസ് കൂടുതൽ കുഞ്ചാക്കോ ബോബൻ രാജേഷ് മാധവൻ എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു, അത്ര പ്രാധാന്യം ഈ സിനിമയിൽ കുഞ്ചാക്കോ കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു ഈക്വൽ അല്ലേ? അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ വിളിച്ചാൽ ഓക്കെ. ഒരു സൈഡിലൂടെ നടക്കുന്ന എന്നാത്താം കേസ് കൂടെ, മറ്റൊരു സൈഡിലൂടെ സുരേഷിന്റെ കഥ നടക്കുന്നുണ്ട്. നമ്മൾ രണ്ടിനെയും ഒന്ന് കണക്ട് ചെയ്യുന്നു 2 സിനിമകളിലൂടെ. എന്നാത്താൻ കേസ് കൂടെ ഫിലിം ഇറങ്ങിയപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ ചെറിയ ഭാഗമാണ് സുരേഷേട്ടനും സുമലത ടീച്ചർക്കും ഉള്ളത്. പക്ഷേ ഇത് പിന്നീട് 1000 കണ്ണുമായി എന്നുള്ള ആ ഒരു പാട്ടെടുത്ത് സ്റ്റാറ്റസ് ആയിട്ടും ഷോർട്സിലും ഇവരങ്ങ് ഭയങ്കര രീതിയിൽ വൈറലായി. അപ്പം എപ്പോഴാണ് സാറിന് ഓക്കെ ഇതിന്റെ പുറകിൽ ഒരു സിനിമയ്ക്കുള്ള സംഭവം ഉണ്ട് എന്ന് സാറിന് വൈറലായപ്പോഴാണ്? പക്ഷേ എനിക്ക് ചോദിക്കുന്നത് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ പോയിന്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സിനിമ ഇറങ്ങുന്ന സമയങ്ങളിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ടാവാറുള്ളൂ. ആൾക്കാരിൽ പോസ്റ്റ് എത്തിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മുങ്ങും. അപ്പോൾ ഈ എന്നാത്ത കേസ് ഇറങ്ങിയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഇവരെ കുറിച്ചുള്ള കുറെ റീൽസും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാജേഷ് മാധവന് മെസ്സേജ് അയച്ചതാ, ഒരു സ്പിൻ ഓഫിനുള്ള വകുപ്പ് കാണുന്നുണ്ടല്ലോ. രാജേഷിനെ പറഞ്ഞുണ്ട് സ്പിൻ ഓഫിനുള്ള വകുപ്പ് കാണുന്നുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കോൺവെർസേഷൻ. പിന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടാണ് രാജേഷിനെ കണ്ടത്. അങ്ങനെ അങ്ങ് പോകുമായിരുന്നു എന്നല്ലേ? ഇപ്പം ഓരോ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം ഡിഫറെന്റ് ജോണറിൽ നടക്കുന്ന സംഭവങ്ങളും ഇത്. അപ്പം എങ്ങനെയാണ് സാർ അത് ഒരു പിക്ക് ചെയ്യുന്നത്? ലൈക്ക് പിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തോന്നുമ്പം എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പിക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യും. കുറേ കഴിയുമ്പോൾ തോന്നുന്നു അത് വർക്കല്ല, അപ്പോൾ അത് ഒഴിവാക്കും. കുറച്ച് കൂടുതൽ സമയം നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യുന്നത് സിനിമയായി മാറും. വളരെ സിമ്പിൾ ആണ്. പ്രേമം പോലെയാണ്. ആദ്യം ബ്രേക്കപ്പ് ആയി പോയി, പിന്നെ കുറേ സമയം കാലം കല്യാണം കഴിക്കും, പിന്നെ അത് കൂടി ഉണ്ടാവും. അങ്ങനെയാണ് ഫിലിംസ് എന്നല്ലേ? അതെ. എല്ലാ സിനിമയിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്. യു റിയലി ലൈക്ക് ദാറ്റ് അല്ലേ? ഞാൻ കോമഡി എനിക്കിഷ്ടമാണ് കോമഡി. അതുപോലെ തന്നെ സാർ അവതരിപ്പിക്കുന്ന സാറിന്റെ ലോകത്തുള്ള ഗ്രാമങ്ങൾ കാണാനായിട്ട് അവിടുത്തെ മനുഷ്യന്മാർ ഭയങ്കര റോ ആയിരിക്കും. ഇപ്പം സുരാജേട്ടനൊന്നും ആ ഒരു രീതിയിൽ ഞാൻ ആക്ട് എന്ന് പറയുന്നില്ല. അതെങ്ങനെയാണ് സാർ ആ ഗ്രാമത്തെ അതേ രീതിയിൽ ഒപ്പിയെടുത്ത് ഈ ആക്ടേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ കൊണ്ടുവരുന്നത്? ഈ ഞാൻ പ്രധാനപ്പെട്ട കാസ്റ്റിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാം തന്നെ പുതിയ ആൾക്കാരെയാണ് കൊണ്ടുവരാറ്. അപ്പോൾ അതൊരു ഒരു സീക്രട്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള. അതായത് ഈ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യാന്ന് ഓഡിയൻസിന് അറിയത്തില്ല. പുതിയ ആൾക്കാർ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ ജഡ്ജായിട്ട് ഞാൻ ലാലു അലക്സനാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണം പറയുകയാണ്, ലാലു അലക്സൻ ഏതെങ്കിലും ഒരു സീനിയർ ആക്ടറാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ
അയാളുടെ റിയാക്ഷൻസ് ഒക്കെ ഓഡിയൻസിന് എക്സ്പെക്റ്റഡ് ആണ്. ഇന്ന സീനിൽ ഇങ്ങനെ അതിപ്പോൾ ഏത് റിയാക്ഷൻ ചെയ്യുമ്പോഴും ആ റിയാക്ഷൻസ് നമ്മൾ 10-15 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതിൽ പുതിയതായിട്ടൊന്നും വരാനില്ല. പക്ഷെ ഒരു പുതിയ ആളാണെങ്കിൽ അയാൾ ചെയ്യുന്നതൊക്കെ പുതിയതാണ്. നമുക്ക് അയാൾ അറിയത്തില്ല, അയാൾ ഏത് തരത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ പുതിയ ആളെ കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്നുള്ളത് ഇതാണ്, നിങ്ങൾക്ക് അയാളുടെ പാസ്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാളെ എങ്ങനെ റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് അറിയത്തില്ല. അയാൾ തരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ബോണസാണ്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണ മാഷ പോലെയുള്ള ഫേസുകളും ആ ക്യാരക്ടർ വർക്കാവുന്ന അങ്ങനെയാണ്. എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ അധികം കണ്ട് പരിചയമുള്ള ഫേസുകളെ വെക്കാൻ കുറച്ച് മടിയാണ് എനിക്ക്. അത് അവരുടെ എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ഒരു സിനിമയുടെ കമേഴ്സ്യൽ എലമെന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നായകനും ഒരു നായികയും ഒരു നോൺ ഫേസ് ഇതൊക്കെ ആവശ്യമായി വരും. അങ്ങനെയാണ് ഒരു ലെയർ നോൺ ആക്ടേഴ്സ്, ഒരു ലെയർ അത്ര പുതിയ ആക്ടേഴ്സ്, അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുന്നതാണ്. ഈ പുതിയ ആക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെയുള്ള നോൺ ആക്ടേഴ്സിനും അതൊരു ചാലഞ്ചാണ്. കാരണം പുതിയ ആക്ടേഴ്സിൻ്റെ ഒരു ഫയർ ഉണ്ടല്ലോ അഭിനയിക്കാൻ വേണ്ടി, വളരെ റിയൽ ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സീസൺഡ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ചില രീതികളുണ്ട്, അപ്പോൾ അവർക്ക് സ്വയം പൊളിയേണ്ടി വരും. കുഞ്ചാക്കോ ബോബനൊക്കെ എന്നാത്താം കേസുകളിൽ പുതിയ ആൾക്കാരുടെ പ്രകടനം കണ്ടിട്ട് അവരുടെ രീതിയിലോട്ട് മാറി വരണം എന്ന് സ്വയം തീരുമാനിച്ചിട്ടാണ് ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. മീൻസ് അയാള് ചാക്കോച്ചനെ മനസ്സിലായി, അതായത് ബാക്കി എല്ലാവരും ഇങ്ങനെ ഒരു പുതിയ ലോകത്ത് നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഞാൻ എൻ്റെ അഭിനയ ശൈലി അല്ലെങ്കിൽ അതേപോലെ വെച്ചാൽ ഇവരിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. ഇത്ര ആൾക്കാരെ എൻ്റെ രീതിക്ക് അനുസരിച്ച് മാറ്റാൻ കുഞ്ചാക്കോവിന് എളുപ്പമല്ല. മീൻസ് കുഞ്ചാക്കോവിന്റെ രീതിക്ക് അനുസരിച്ച് 100 പേരെ മാറ്റാൻ എളുപ്പമല്ല. എന്നിട്ട് കുഞ്ചാക്കോ ബോബൻ അവരുടെ രീതിക്ക് അനുസരിച്ച് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കുഞ്ചാക്കോ കുറെ കൂടെ റിയൽ ആയിട്ട് എന്നാ കേസുകളിൽ തോന്നുന്നത്. അതേപോലെ തന്നെയാണ് സുരാജ് ആദ്യം അവിടെ വന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷൂട്ടിന്റെ സമയത്ത് ആൻഡ്രോയിഡിന്റെ സമയത്ത് സുരാജ് സെറ്റിൽ വന്ന് ആദ്യം സംസാരിക്കുന്നത് അപ്പുറം ഇപ്പുറമുള്ള പ്രായമുള്ള സ്ത്രീകളോടാണ്. അത് പയ്യന്നൂർ ഭാഷ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളോട് സംസാരിക്കുന്നതിനേക്കാൾ സുരാജ് പുറത്തുള്ള ആൾക്കാരോട്, നാട്ടുകാരോടാണ്, പ്രായമുള്ളവരോട്. രാവിലെ സെറ്റിൽ വന്ന് 6 മണിക്ക് 7 മണിക്ക് സെറ്റ് വന്നാൽ തൊട്ടപ്പുറമുള്ള ഏതെങ്കിലും ചായ വെക്കുന്ന ചേച്ചിമാരോ അല്ലെങ്കിൽ മുറ്റോടിക്കുന്ന ചേച്ചിമാരുണ്ട്, അവരോട് നാട്ടുവർത്താനം പറയും. പോയിട്ട് മേക്കപ്പ് ഒക്കെ ഇടാതെ പോയി ഒന്ന് സംസാരിച്ച് പിന്നെ മെല്ലെ കക്ഷി സെറ്റിലോട്ടൊക്കെ വന്നു. അപ്പോഴേക്കും പയ്യന്നൂർ ഭാഷയൊക്കെ ഏകദേശം മനസ്സിലാക്കി എടുത്തായിരുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ സാർ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണോ, ലൈക്ക് ആ ഒരു ആക്ടറിനെ ഒരു ക്യാരക്ടറിലേക്ക് കൂടുതൽ അടുക്കാനായി? ഈ ആക്ടേഴ്സിനൊക്കെ ഇതറിയാം, ഇതാണ് പ്രോസസ്. ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഭിനയം ഭയങ്കരമായിട്ട് തലക്ക് പിടിച്ച ആൾക്കാരാണല്ലോ. ഇവർ ഭയങ്കര പ്രൊഫഷണൽ അല്ലേ. ഇവർക്ക് ഒരു ക്യാരക്ടറിലോട്ട് എങ്ങനെ കയറണം ഇതൊക്കെ അറിയാം മെയിൻ ആക്ടേഴ്സിന്. സുരാജിനോടൊന്നും ഇത് പറയേണ്ട ആവശ്യമില്ല. സുരാജ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ ഉടനെ അതിനകത്തുള്ള ക്യാരക്ടറുടെ രൂപഭാവമുള്ള ആൾക്കാരെ വേറെ ഏതോ സെറ്റിലൊക്കെ തപ്പി നടന്ന് എനിക്ക് ഫോട്ടോ ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെയാണോ അയാൾ, അങ്ങനെയാണോ ഇയാൾ. അത് വേറെ സിനിമയിൽ ഷൂട്ട് നടക്കുക, ആൻഡ്രോയിഡ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഓൾറെഡി കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വേറെ സിനിമയുടെ ഷൂട്ട് നടക്കുവാണെങ്കിലും മൈൻഡിന്റെ ഒരു ഭാഗം ഈ സിനിമയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എല്ലാ ആക്ടേഴ്സും അങ്ങനെ ആയിരിക്കും. അവരുടേതായ ഒരു ഹോംവർക്ക് നടത്തും. അവർക്കത് എന്താണ് പറയുക, അവർക്കത് എക്സ്പ്രസ് ചെയ്ത് നടത്താനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു സെറ്റിൽ നിന്ന് നേരെ ആയിരിക്കും വരിക. പക്ഷെ അവർ ബേസിക് ആയിട്ടുള്ളൊരു ഹോംവർക്ക് എപ്പോഴും ആക്ടേഴ്സ് നടത്തും. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ള കുറച്ച് എളുപ്പമാണ്. പക്ഷെ നമുക്ക് പുതിയ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ജീവൻ മരണ പോരാട്ട ജാലിയൻവാല ബാഗ് പോലെ വെടിവെപ്പേ ഉള്ളൂ അവിടെ, വേറൊന്നുമില്ല. അപ്പം ഒന്നും കൂടെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പം ഓൾറെഡി ആക്ടിങ് അറിയാവുന്ന ആക്ടേഴ്സാണ്. പക്ഷെ ആ ഒരു ഫ്രഷ് സാധനം കിട്ടുന്നത് മറ്റുള്ള. പക്ഷെ ഇത്രയും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സീസൺഡ് ആക്ടേഴ്സും കുറെയൊക്കെ അവരായി മാറാൻ ശ്രമിക്കും. അത് ശരി, സുഖമുള്ള പരിപാടിയാണ്. ഈ പ്രണയകഥ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. സാറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ലവ് സ്റ്റോറി എലമെന്റ് എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക്? അതെ, കലക്കട്ടെ നമ്മൾ പറയണ സാർ കൊണ്ടുവയ്ക്കാൻ പോവാണ്. അപ്പം ഇതിനകത്തെ പ്രണയം 3 കാലഘട്ടത്തിലെ പ്രണയം കാണിക്കുന്നത്. അപ്പം സാർ ഇപ്പോഴും ആ ഒരു പഴമയുടെ ഒരു പ്രണയം ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ? എനിക്ക് ഈ പ്രേമം എന്നുള്ള സാധനത്തിനോട് തന്നെ എതിർപ്പാണ്. എന്നിട്ടാണ് പ്രണയകഥ നമ്മൾക്ക് ഓഡിയൻസ് പ്രണയം എന്ന് പറഞ്ഞാൽ മാക്സിമം പഞ്ചായത്ത് അടിക്കുക, അല്ലാതെ പ്രേമിച്ചിട്ട് അതൊക്കെ കുറച്ച് പൈങ്കിളി വികാരമായിട്ട് എനിക്ക് തോന്നാറ്. ശരി, ആദ്യത്തെ പ്രേം പൊട്ടിയ പിന്നെ പണ്ട് അതെ, അത് പൊട്ടിയ പിന്നെ ഇത് പൈങ്കിളി വികാരമാണ്. അതിനുശേഷം ബുദ്ധിജീവിയായല്ലോ. ആദ്യത്തെ പ്രേം പൊട്ടുമ്പോഴാണ് ഇയാള് ബുദ്ധിജീവി ആവുന്നത്. പിന്നെ ബുദ്ധിജീവിയായി പ്രേമത്തിനോട് എതിരാണ്. അല്ല, പ്രേമം ഭയങ്കര എക്സൈറ്റും ചെയ്യിക്കാറില്ല. പക്ഷെ ഈ പ്രേമം ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല പ്രേമമാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു സമയം ഇവരുടെ പ്രേമത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിലൂടെ ആ ചേട്ടൻ വരെ നടന്നു പോയിട്ടുണ്ടാവും. സാറിന്റെ ഇതിനു മുമ്പുള്ള സിനിമയിലെല്ലാം ഒരു ക്യാരക്ടർ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരിക്കും ചെയ്യുക. പക്ഷെ ഇതില് അങ്ങനെ ലൈക്ക്
നമുക്ക് എല്ലാവർക്കും അഫ്കോഴ്സ് അറിയുന്ന ആക്ടറാണ്. ഇപ്പോൾ രാജേഷ് ചേട്ടനായാലും നാത്താൻ കേസുകളിൽ വന്ന ചിത്രശേഷി ആണെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു സ്പെസിഫിക് ഒരു മെയിൻ സ്ട്രീം ആക്ടർ ഒന്നും വെച്ചിട്ടല്ല. ആ ശരി, ക്യാമിയോ ഞാനുണ്ട്. ഓ യാ, അത് ഞാൻ എടുത്ത് പറയണേ. ഞാനൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. കൈയടിക്കണം കേട്ടോ ആ സമയത്ത്. ഉറപ്പായിട്ട് ഞാൻ വിസിലടിക്കും. അപ്പം അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഹീറോയിൻ ഇവരെ വെച്ചെടുത്തപ്പോഴത്തേക്കും വാട്ട് വാസ് യുവർ തിങ്? ലൈക്ക് ഓഫ് കോഴ്സ് ഇത് ഹിറ്റ് ആയതുകൊണ്ട് സ്പിൻ ഓഫ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇവരുടെ കഥക്ക് ഇതല്ലേ പറ്റത്തുള്ളൂ, ഇവരിൽ വെക്കാൻ പറ്റും, അവരെ വെക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അതെ രാജേഷ്മാദിനെ വെക്കാൻ പറ്റും. പിന്നെന്താണ്, പിന്നെ ഞാൻ വലിയ സ്റ്റാറിനെ വെച്ച ക്രെഡിറ്റ് അവരും കൊണ്ടുപോകും. ഇതാവുമ്പോ ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ ആസ്വദിച്ച് ഞാൻ തന്നെ ക്രെഡിറ്റ് എടുത്ത് സുഖല്ലേ ഇത്? രതീഷ് പൊതുവാൾ ഫിലിം എന്ന് പറയാനുള്ള ഒരു സുഖമില്ല അത്. ഓൾ റൈറ്റ്സ് അവിടെ വേണമെങ്കിൽ പറയാനുണ്ട് സാർ. അതിലെ ആ ബാനർ പ്രൊഡക്ഷൻസിന്റെ ഇതിനകത്ത് പണ്ട് കാർട്ടൂൺ കണ്ട സമയത്ത് ഒരു സിംഹം വരുമായിരുന്നു ഇതേപോലെ, അങ്ങോട്ട് ഗർജിക്ക് എന്നിട്ട് അതേപോലെ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു വട്ടത്തിനകത്ത് ചാക്കോച്ചനെ വിത്ത് ഇവിടെ ഒരു ഗന്ധർവനെ മാതിരിയുള്ളൊരു സംഭവം, അതെന്താ സാർ അങ്ങനെ ഒരു സീക്രട്ട് ഒന്നുമില്ല. ചാക്കോച്ചൻ അതിനകത്ത് ഒരു ഗന്ധർവനായിട്ട് വരുന്നുണ്ട്. രാജീവൻ ഗന്ധർവനായിട്ട്. ഇത് ഗന്ധർവ ലോകമാണത് ആ സിനിമ. രതീഷ് പൊതുവാളിന്റെ ഗന്ധർവ ലോകം. അപ്പൊ അതാണ് ആ പ്രൊഡക്ഷൻ ഇതിനകത്ത്. ചാക്കോച്ചൻ ആ സിനിമയുടെ ഐശ്വര്യല്ലേ അതുകൊണ്ട് ഇങ്ങനെ. ഓ അങ്ങനെ ഇത് തന്നെ എക്സാക്ട്ലി ഇത് സെയിം ആണ്. എന്നോട് ഞാൻ രാജേഷോട് ചുമ്മാ ചോദിച്ചു, എന്താ രാജേഷേട്ടാ ഇങ്ങനെ ചാക്കോച്ചന്റെ പടം വെച്ചിരിക്കുന്നത്? ചാക്കോച്ചനല്ല, ഞങ്ങളെല്ലാം ഐശ്വര്യവും. ചാക്കോച്ചൻ ആ സിനിമയുടെ ഐശ്വര്യം നമ്മൾ എഴുതി കാണിക്കണ്ട ആദ്യം. സാർ ഇനി ഇതിന്റെ പാട്ടുകളിലേക്ക് വരികയാണ്. 3 കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 2 പാട്ട് ഞാൻ കേട്ടത് പഴയ നാടകഗാനം ചങ്കുരിച്ചാലൊക്കെ. ചങ്കുരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയുന്നത്. ഈ പാട്ടൊക്കെ പഴയ നാടകഗാനമൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന പോലത്തെ പാട്ടുകളായിരുന്നു. സോ വാട്ട് അബൌട്ട് ദി അതർ സോങ്സ്? 8 പാട്ടുണ്ട് ഇതിനകത്ത്. പാട്ടുകളുടെ നമ്പറിലോട്ട് വരാം. ഇത് ഒരു 3 പാട്ടിലാണ് ആദ്യം തുടങ്ങിയത്. ഡോണിന് ബ്രീഫ് കൊടുക്കുന്ന 3 പാട്ടാണ്. ഒന്ന് ഇവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടുന്നൊരു പാട്ട്, പിന്നെ പ്രൊപ്പോസ് ചെയ്യുന്നൊരു പാട്ട്, പിന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നൊരു പാട്ട്. 3 പാട്ടാണ് ഈ പടത്തിലുണ്ടായിരുന്നത്. പ്രൊപ്പോസൽ സോങ് എന്ന് പറയുന്നത് പ്രേമലോല അവർ പ്രൊപ്പോസ് ചെയ്യുമ്പോഴുള്ള സോങ് ആണ്. പിന്നെ ബ്രേക്കപ്പ് സോങ് ചങ്കുരിച്ചാല്. ഈ 3 പാട്ടുകളുണ്ടായിരുന്നത്. പിന്നെ ഈ ആദ്യത്തെ പാട്ട് ഡോൺ ഉണ്ടാക്കി തന്നപ്പോൾ, ഈ ചൂണ്ടലാണെന്നുള്ള പാട്ട് ഉണ്ടാക്കി തന്നപ്പോൾ നമുക്ക് തോന്നി കുറേയൊക്കെ പടം കുറച്ചുകൂടെ മ്യൂസിക്കലാക്കാം. അതായത് ആദ്യത്തെ പാട്ട് ചൂണ്ടലാണെന്നുള്ള പാട്ട് വളരെ മനോഹരമായൊരു പാട്ടാണ്. ബ്രീഫിനനുസരിച്ച് ഉണ്ടാക്കിയ വളരെ വളരെ വിഷ്വലിയൊക്കെ ഭയങ്കര രസമൊരു പാട്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ വിടുകയും ചെയ്യാതിരുന്നത്. ചൂണ്ടലാണ് നമുക്ക് കാണുമ്പോൾ തോന്നി തിയേറ്ററിലാണ് എൻജോയ് ചെയ്യേണ്ടത്. അതിന് മുമ്പേ വിട്ട് കഴിഞ്ഞാൽ ആ എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വിടുന്നത്. അപ്പോൾ അങ്ങനെ 3 പാട്ട് തുടങ്ങി. പാട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ എഴുത്തും പാട്ടും ഒരേ സമയമായിരുന്നു. ചില സമയങ്ങളിൽ പാട്ട് വന്നു കഴിഞ്ഞാലേ എഴുത്ത് മുന്നോട്ട് നീങ്ങൂ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ 3-ൽ നിന്ന് പിന്നെ 4-ആയി, 5-ആയി, 6-ആയി, 7-ആയി, 8-ആയി, 9-ആയി, 9:30-ആയി, 9:45 പാട്ടുണ്ട് ഇപ്പോൾ. 9:45 പാട്ടുണ്ട്. 9:30 പാട്ട് എന്തായാലും ഉണ്ട്. ചിത്രേച്ചി പാടുന്ന 1000 കണ്ണുമായി ഉണ്ട്. വിനീത് ശ്രീനിവാസൻ പാടുന്ന 1000 കണ്ണുമായി ഉണ്ട്. അതുകൂടാതെ 7 പാട്ടുകൾ എങ്ങാനുണ്ട്. പിന്നെ അരപ്പാട്ടുകളായിട്ട് 2 അരപ്പാട്ടുണ്ട്. അരയൊക്കെ കൂട്ടി 9:30 പാട്ടോളം ഉണ്ടോന്ന് ഒപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്. 9:45 തികച്ചോ? 10 തികച്ചിട്ടില്ല അല്ലേ? ഓക്കെ. പിന്നെ സോണി 9:45 പൈസ തന്നുള്ളൂ. ഡോൺ പറയും നിർത്തിക്കോ, പ്രൊഡ്യൂസർ ഒന്ന് നിർത്തിക്കോ, 9:45 കോട്ട കഴിക്കുന്നു. പക്ഷെ അടുത്ത പടത്തിൽ പറഞ്ഞിട്ടുണ്ട് സുധാരേട്ടൻ തകർത്ത് കളയും. 10 പാട്ടിന് ഇന്ത്യ കാണാത്ത പൈസ ഇടുന്ന പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര വിശ്വാസം എന്റെ മേലെ ഇപ്പൊ. പിന്നെ നമുക്ക് എല്ലാവർക്കും അതേപോലെ വിശ്വാസമാണ്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിലെ സംഗീത വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടറായ ഡോൺ വിൻസെന്റ് ആണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. സോ ഇതിനു മുമ്പ് ഇതിന്റെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയിൽ 8 പാട്ടോളം ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഡ്രാമ തീമിൽ നിൽക്കുന്ന സിനിമയിൽ 8 സോങ്സ് ഉണ്ടെന്ന്. അതെന്താണ് 8 പാട്ടുകൾ വരാനായിട്ടുള്ള ഒരു കാരണം? ആക്ച്വലി 7 പാട്ടാണ് ഉള്ളത്. ഒറിജിനൽ കമ്പോസിഷൻ 7 സോങ്സ് ഉള്ള സിനിമയിലുള്ള. ബാക്കി ശരിക്കും 9:30 പാട്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. 9:30. ബാക്കി 2 പാട്ട് ബേസിക്കലി ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് സോങ്സ് ആണ്. അത് നമ്മൾ പടത്തിലേക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ കമ്പോസ് ചെയ്തേക്കുന്നത് 7 പാട്ടുകളാണ്. 7 ആക്ച്വലി ഫുൾ ലെങ്ത് സോങ്സ് 6 എണ്ണം. ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഭാഗമായി വരുന്ന ഒരു ലിറിക്കൽ
പാട്ടും കൂടിയാണല്ലേ. ഓക്കെ, അപ്പം ഈ 9.5 പാട്ട് അല്ലെങ്കിൽ 7 പാട്ട്, ഇത്രയും പാട്ടുകൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള 2 സോങ്സ്, സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള സോങ് എല്ലാം തന്നെ ഒരു നാടകത്തിന്റെ ഒരു തിയേറ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ കഥയൊക്കെ പറയുന്ന പോലെ ആ പഴയ നാടകകാരത്തിന്റെ ശൈലിയിലുള്ള പാട്ടാണ്. അപ്പൊ ഈ ഒരു 7 പാട്ടും ആ സ്റ്റൈലിലാണോ അപ്പൊ ചേട്ടൻ കമ്പോസ് ചെയ്തത്? ആദ്യത്തെ ഇപ്പൊ 3 പാട്ട് ഇറങ്ങിയതിലാണ് കൂടുതലും അങ്ങനത്തെ ഓർക്കസ്ട്ര, ഇപ്പൊ തബല, ധോലക്ക്, അങ്ങനെ കുറച്ച് പഴയ കുറച്ച് ഇപ്പോൾ 90s ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഓർക്കസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 3 പാട്ട് മാത്രമേ ഇപ്പോൾ അങ്ങനെ ഇറക്കിയതെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ടുകളെല്ലാം ഡിഫറെൻറ്റ്. ഓൾറെഡി ഇപ്പോൾ ഇറങ്ങി സുഷിൻ്റെ പാടിയേക്കണം മറ്റേ പ്രേമലോല എന്ന് പറഞ്ഞ ട്രാക്ക്, അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ട്രാക്കാണ്. ഇനി ഇറങ്ങാൻ പോകുന്ന 2 ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന മ്യൂസിക്കൽ ട്രീറ്റും ഇതുവരെ ഇറങ്ങിയതും എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 90s പഴയ പാട്ട് കമ്പോസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒരു ടഫ് ടാസ്ക് ആയിരുന്നോ? ഇല്ല, എല്ലാം രതീഷേട്ടന് ഇങ്ങനെ നമുക്ക് സീൻ ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്, ബ്രീഫ് തരുന്നുണ്ട്, എന്തായിരിക്കും ആ സീനിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ സീൻ കണ്ടന്റ് എവിടെയായിരിക്കും സ്റ്റോറി ടെല്ലിങ്ങിൽ എവിടെ വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കമ്പോസ് ചെയ്യാന്നുള്ള, അപ്പോൾ പിന്നെ അറിയാലോ ഈ സ്റ്റോറി 3 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ബട്ട് കമ്പോസിങ് സ്റ്റേജ് കുഴപ്പമില്ലാതെ പോയി. ആണല്ലേ. നമ്മൾ കേട്ടിരുന്ന മറ്റേ ചങ്കുരിച്ചാൽ എന്ന് പറയുന്ന പാട്ടും അതുപോലെ തന്നെ വേറൊരു സോങ്ങും കൂടെ ഇപ്പൊ ഭയങ്കര മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, മറ്റേ നാടകം എന്ന് പറഞ്ഞതും റീൽസില് ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന പാട്ട്. ഇത് രണ്ടും പാടിയത് അലോഷിയായിരുന്നു. അലോഷിയാണോ ഫേവറേറ്റ് സിംഗർ, അതോ അലോഷിയുടെ വോയിസിന് ഭയങ്കരമായത് സ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണോ? രതീഷേട്ടനാണ് ആ വോയിസ് സജസ്റ്റ് ചെയ്തത്. കാര്യം പുള്ളി അവിടെ പയ്യന്നൂർ, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് ആള് ലൈവ് ഷോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഭയങ്കര ഫെമിലിയർ ആണ് എല്ലാവർക്കും. പിന്നെ ആളുടെ ഭയങ്കര പെക്യുലർ ആയിട്ടുള്ള വോയിസ് ആണ്. അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഇതുവരെ കേട്ടില്ല. പണ്ട് ബാബുക്കയുടെ പാട്ടിലാണെങ്കിലും അങ്ങനത്തെ മാത്രമേ അങ്ങനത്തെ കേട്ടിട്ടുള്ളൂ. പെട്ടെന്ന് ആ ഒരു റീകോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സെറ്റിങ്ങിന് ഭയങ്കര ഇതാണ്. ഈ നാടകം അല്ലെങ്കിൽ ഇപ്പം ഈ വൈകിട്ട് അവരെല്ലാവരും കൂട്ടമായിരുന്നു പാടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കര മെഹഫിൽ, എനിക്കറിയത്തില്ല മെഹഫിലാന്ന് തോന്നുന്നു. അപ്പോൾ അതിന് എല്ലാവരും കൂടി ഇരുന്ന് പാടുന്നൊരു ഇതിൽ ഉണ്ടാക്കിയ പാട്ടുകളാണ്. ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഇങ്ങനെ തന്നെ കമ്പൈൻഡ് ആയിട്ടിരുന്ന്, ഒരിക്കലും ഒരു റൂമിൻ്റെ അകത്തിരുന്ന് അങ്ങനെയല്ല, ജാം ചെയ്ത് തന്നെ ഉണ്ടാക്കിയ പാട്ടുകളാണ്. അതെ അതെ. ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off. See you.